ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും വന്ദനം. ഇന്ന് ദൈവത്തിന് അമ്മയുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഒരു കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ദൈവത്തിന് അമ്മയുണ്ട് എന്നാണ്. ഞാൻ ജനിച്ച് വളർന്ന ക്രിസ്തീയ സമൂഹത്തിൽ അത്തരം ഒരു പഠിപ്പിക്കലുണ്ടായിരുന്നു. അതായത് യേശുക്രിസ്തുവിന്റെ അമ്മയെ ദൈവമാതാവ് എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു ചിന്ത വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ ദൈവശാസ്ത്രപരമായി അത് നിലനിൽപ്പുള്ള ഒരാശയമാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പല ആളുകളും യേശുക്രിസ്തുവിന്റെ അമ്മയായ വിശുദ്ധ മറിയത്തെ മഹത്വവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അതല്ലെങ്കിൽ ആ മഹത് വനിതയെ ആദരിക്കുക, അംഗീകരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വിശുദ്ധ മറിയത്തെ ദൈവമാതാവ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവത്തോട് ബന്ധപ്പെടുത്തി വിലയിരുത്തിയാൽ ഇത്തരം ഒരു ചിന്ത അംഗീകരിക്കാനാകുമോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം എന്ന് പറയുന്ന ആ ഒരു അസ്തിത്വം ഈ പ്രപഞ്ചത്തിന് മുമ്പ് സ്ഥിതി ചെയ്യുന്ന അസ്തിത്വം ആയിരിക്കണമല്ലോ. അതായത് കാലം, സ്ഥലം എന്ന ആ ഒരു മാനത്തിനപ്പുറമായി നമ്മൾ സ്വാഭാവികമായി നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഡയമെൻഷൻ, നീളം, വീതി, ഉയരം എന്നിവയുടെ ഡയമെൻഷൻ, സ്ഥലത്തിന്റെയും കാലത്തിന്റെയും ഡയമെൻഷൻ, അതിനപ്പുറം ദൈവം സ്ഥിതി ചെയ്തല്ലോ. അപ്പോൾ സ്ഥലം, കാലം, നീളം, വീതി, ഉയരം എന്ന ഒരു ഡയമെൻഷന് അപ്പുറമായി നിലനിൽക്കുന്ന സ്ഥിതി ചെയ്യുന്ന നിത്യ അസ്തിത്വമായ ദൈവത്തിന് ഒരു അമ്മ ഉണ്ടാകുക എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ദൈവത്തിന് അച്ഛനും അമ്മയും ഉണ്ടായിരിക്കുക എന്ന ഒരു ആശയത്തെ, അങ്ങനെയുള്ള ഒരു വീക്ഷണത്തെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ദൈവത്തിന് ഒരു അമ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മുമ്പേ നിലനിൽക്കുന്നതായിരിക്കണമല്ലോ ആ അമ്മ. പക്ഷെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധ ബൈബിളിൽ വിശുദ്ധ മറിയത്തെ സംബന്ധിച്ച് കാലത്തിന്റെ ഉള്ളിലും സ്ഥലത്തിന്റെ ഉള്ളിലും നരവംശാസ്ത്രത്തിന്റെ പരമ്പരയിൽ ഒരു കന്യയായി ജനിച്ച ഒരു മനുഷ്യ സ്ത്രീ മാത്രമാണ് യേശുവിന്റെ അമ്മയായ മറിയം എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു മനുഷ്യ സ്ത്രീക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ അമ്മയാകാൻ കഴിയുന്നത്? ചില കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ദൈവം എന്നാൽ എന്താണ് എന്ന കാര്യത്തെ കുറിച്ചാണ് ആദ്യം അറിയേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് ആ ദൈവത്തിന് ഒരു അമ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എന്ന് പറഞ്ഞാൽ നിത്യനായിരിക്കണം. ദൈവം എന്നാൽ സർവശക്തനായിരിക്കണം. ദൈവം എന്നാൽ സർവവ്യാപിയായിരിക്കണം.
ദൈവം എന്നാൽ സർവജ്ഞാനിയായിരിക്കണം. ഇതൊക്കെ ദൈവത്തിന്റെ നിത്യ അസ്തിത്വ ഗുണങ്ങളാണ്. അതായത് ദൈവത്തിൽ നിത്യമായി നിക്ഷിപ്തമായിരിക്കുന്ന ഗുണങ്ങളാണ്. എന്തൊക്കെ? നിത്യനായിരിക്കണം, സർവശക്തനായിരിക്കണം, സർവവ്യാപിയായിരിക്കണം, സർവജ്ഞാനിയായിരിക്കണം, സകലത്തിനും അതീതനായിരിക്കണം. ഈ ദൈവം സർവവ്യാപി എന്ന് വിവക്ഷിക്കുന്നതിന്റെ അർത്ഥം ദൈവം എവിടെയൊക്കെ സ്ഥിതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അവിടെയെല്ലാം ഒരേ സമയത്ത് സ്ഥിതി ചെയ്യാനുള്ള ദൈവത്തിന്റെ കഴിവാണ് സർവന്തര്യാമി എന്നോ അതല്ലെങ്കിൽ സർവവ്യാപകത്വം എന്നൊക്കെ പറയുന്നത്. ദൈവം സർവവ്യാപി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരേ സമയത്ത് എവിടെയൊക്കെ സ്ഥിതി ചെയ്യണമെന്ന് ദൈവത്തിന് ചിന്തയുണ്ടോ അവിടെയെല്ലാം ഒരേ സമയത്ത് സ്ഥിതി ചെയ്യുന്ന അസ്തിത്വമാണ്. ലോകത്തിന്റെ ഏത് രാജ്യത്തും പ്രപഞ്ചത്തിന്റെ ഏത് സ്ഥലത്തും ഏത് ഗ്രഹങ്ങളിലും ഏത് നക്ഷത്രത്തിലും ഒരുപോലെ ഒരേ സമയത്ത് സ്ഥിതി ചെയ്യാൻ കഴിവുള്ള ഒരു അസ്തിത്വം, അതാണ് ദൈവം. അതുപോലെ തന്നെ ദൈവത്തിന്റെ സർവശക്തി. ഈ പ്രകൃതിയിൽ കാണുന്ന വ്യത്യസ്ത രീതിയിലുള്ള ശക്തികൾ ഉണ്ട്. കൊടുങ്കാറ്റോ അല്ലെങ്കിൽ തിരമാലകളോ അല്ലെങ്കിൽ അഗ്നിയോ, ഇങ്ങനെ വ്യത്യസ്ത ഊർജത്തിൽ സ്ഥിതി ചെയ്യുന്ന ശക്തികളുണ്ടല്ലോ. പക്ഷെ ഇതൊന്നും സർവശക്തിയല്ല. ദൈവത്തെ സംബന്ധിച്ച് ഇങ്ങനെ പരിമിതമായ ശക്തി അല്ല. സർവത്തിന്മേലും ശക്തി പ്രയോഗിക്കാൻ കഴിയുന്ന, സർവത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തി, അതാണ് ദൈവം. ദൈവത്തിന് സർവശക്തിയുണ്ട്, ദൈവത്തിന് സർവജ്ഞാനമുണ്ട്. ദൈവത്തിന്റെ അറിവിന്റെ പരിധിയിലില്ലാത്ത ഒന്നുമില്ല. സർവത്തെ കുറിച്ചും ഉള്ള ജ്ഞാനം നിത്യമായി ദൈവത്തിൽ നിക്ഷിപ്തമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും പുതിയ ഒരു അറിവ് നേടിയെടുക്കുന്നില്ല. ദൈവത്തിൽ ഒരിക്കലും ഒരു പുതിയ ശക്തി കൂടിച്ചേരുന്നില്ല. എന്നാൽ മറിയമ്മിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. മറിയത്തിൽ ശക്തി കൂടിക്കൂടി വരികയാണ്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അപ്പോൾ അങ്ങനെ മനുഷ്യന്റെ നരവംശാസ്ത്രപരമായ ഘടനയിൽ ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാണ് മറിയം. മറിയത്തിൽ ശക്തി കൂട്ടിച്ചേർക്കാൻ കഴിയും. ശൈശവഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശക്തിയല്ല മറിയത്തിന് യൗവന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. യൗവനത്തിൽ ശക്തി കൂടി. കഴിച്ച ഭക്ഷണത്തിലൂടെ, കുടിച്ച പാനീയത്തിലൂടെ മറിയത്തിൽ ശക്തി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇത്തരത്തിൽ ദൈവത്തിൽ ശക്തി കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ദൈവം സർവശക്തൻ എന്ന് പറഞ്ഞാൽ അത് നിത്യ അസ്തിത്വ ഗുണമാണ്. ദൈവത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റാൻ കഴിയില്ല. ദൈവം നിത്യനാണ്, മാറ്റമില്ലാത്തവനാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റമില്ലാത്ത, സർവശക്തിയുള്ള, സർവജ്ഞാനമുള്ള, സർവവ്യാപകത്വമുള്ള, സകലത്തിനും അതീതനായ ദൈവത്തിന്റെ അമ്മയാണ് മറിയം എന്ന് പറഞ്ഞാൽ ബൈബിൾ പ്രകാരം അത് തെറ്റായ വാദമാണ്. കാരണം അങ്ങനെയുള്ള ഒരു അസ്തിത്വത്തിന്, സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായ നിത്യ അസ്തിത്വ ഗുണങ്ങൾ നിത്യമായി നിക്ഷിപ്തമായിരിക്കുന്ന ഒരു അസ്തിത്വത്തിന് ഒരമ്മയുണ്ടാകാനോ ഒരച്ഛനുണ്ടാകാനോ പാടില്ല. അങ്ങനെ ആയാൽ അത്തരം ഒരു ദൈവത്തെ ദൈവമെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഈ ദൈവത്തെ ജനിപ്പിച്ച അമ്മയായിരിക്കില്ലേ ആ ദൈവത്തെക്കാൾ മുമ്പുള്ളത്. ദൈവം പിന്നീട് വരുന്നു എന്ന് വരും. അപ്പോൾ ആദ്യം ദൈവത്തിന്റെ അമ്മയുണ്ടായിരിക്കുകയും പിന്നീട് ദൈവം ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വാദം തീർത്തും അശാസ്ത്രീയമാണ്. ദൈവശാസ്ത്രപരമായി അംഗീകരിക്കാൻ കഴിയുന്ന വാദമല്ല.
ദൈവത്തിന് അമ്മ ഉണ്ട് എന്ന് വന്നാൽ പിന്നീട് ഒരുപാട് ബന്ധങ്ങൾ അനുബന്ധമായി ഉണ്ട് എന്ന വാദം കൂടെ സമ്മതിക്കേണ്ടി വരും. ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിശുദ്ധ മറിയം ദൈവത്തോട് ബന്ധപ്പെടുത്തി സ്വയം അവകാശപ്പെട്ടത് ഞാൻ ദൈവത്തിന്റെ അമ്മയാണ് എന്നല്ല, പകരം ഞാൻ കർത്താവിന്റെ ദാസി, ഞാൻ ദൈവത്തിന്റെ ദാസി എന്നാണ് വിശുദ്ധ മറിയം പറഞ്ഞത്. ഒരിക്കലും ഞാൻ ദൈവത്തിന്റെ അമ്മയാണ് എന്ന് വിശുദ്ധ മറിയം പറഞ്ഞിട്ടില്ല. ഇനി വിശുദ്ധ മറിയം മാത്രമാണോ? മറ്റാരും തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല ദൈവത്തിന്റെ അമ്മയാണ് എന്ന്. അപ്പോസ്തലന്മാരാരും വിശുദ്ധ മറിയം ദൈവത്തിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ടില്ല. മറിയം സ്വയമായി പറഞ്ഞിട്ടില്ല. ദൈവത്തിന് ഒരു അമ്മയുണ്ട് എന്ന് പരിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഒരു വേദഭാഗത്തും രേഖപ്പെടുത്തിയിട്ടുമില്ല. അപ്പൊ ദൈവത്തിന് അമ്മയുണ്ട് എന്നുള്ള വാദം ശരിവെച്ചാൽ അതിലൂടെ അനുബന്ധമായ മറ്റ് ബന്ധങ്ങളും ദൈവത്തിനുണ്ട് എന്നുള്ള വാദം അംഗീകരിക്കേണ്ടതായിട്ട് വരും. അതെന്തെന്നാൽ മറിയത്തിന്റെ സഹോദരന്മാർ, മറിയം ദൈവത്തിന്റെ അമ്മയാണെങ്കിൽ മറിയത്തിന്റെ സഹോദരന്മാർ ദൈവത്തിന്റെ ആരാകും? ദൈവത്തിന്റെ അമ്മാച്ചന്മാരാകില്ലേ? ഇനി മറിയത്തിന്റെ സഹോദരിമാരാരെങ്കിലും ഉണ്ട് എങ്കിൽ അവര് ദൈവത്തിന്റെ കൊച്ചമ്മയാകില്ലേ? അതല്ലെങ്കിൽ പേരമ്മയാകില്ലേ? മറിയത്തിന്റെ പിതാവ് ദൈവത്തിന്റെ വല്യച്ഛനാകില്ലേ? മറിയത്തിന്റെ പിതാവിന്റെ അനുജൻ ദൈവത്തിന്റെ ഇപ്പാപ്പനാകില്ലേ? വിശുദ്ധ മറിയത്തിന്റെ പിതാവിന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട് എങ്കിൽ അത് ദൈവത്തിന്റെ പേരപ്പനാകില്ലേ? അങ്ങനെ ദൈവത്തിന് അമ്മയും വല്യച്ഛനും ഇപ്പാപ്പനും പേരപ്പനും കൊച്ചമ്മയും ഒക്കെ ഉണ്ട് എന്നുള്ള വാദം അംഗീകരിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഒരിക്കലും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ, പരിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് അമ്മയുണ്ട് എന്ന വാദം നിലനിൽക്കുന്നില്ല. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കില്ല. ഇനി യുക്തിപരമായി അന്വേഷിച്ചാൽ അത് നിലനിൽക്കുമോ? ഒരിക്കലും നിലനിൽക്കില്ല. എന്താണ് കാര്യം? അതിന്റെ കാരണം ആദ്യമുള്ളത് ദൈവമാണ്. പ്രപഞ്ചത്തിന് മുമ്പ് സ്ഥിതി ചെയ്യുന്നത് ദൈവം മാത്രമാണ്. ദൈവത്തിന് മുമ്പ് യാതൊന്നുമില്ല. പരിശുദ്ധ ബൈബിളിൽ ദൈവം തന്നെ ചോദിക്കുന്നു, എനിക്ക് മുമ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദൈവത്തിന് മുമ്പ് യാതൊന്നുമില്ല. ദൈവം മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് ശരിയായ ദൈവശാസ്ത്രം. അപ്പോഴാണ് ദൈവത്തിന് മുമ്പ് എന്തോ ഉണ്ട് എന്ന് പറയുന്നത്. അത് അബദ്ധമല്ലേ? ദൈവത്തിന് മുമ്പ് യാതൊന്നുമില്ല. അപ്പോൾ യുക്തിസഹമായിട്ടോ വേദശാസ്ത്ര അടിസ്ഥാനത്തിലോ പരിശുദ്ധ ബൈബിളിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലോ ദൈവത്തിന് ഒരു അമ്മയുണ്ട് എന്ന് പറയുന്ന വാദം തെറ്റാണ്. അത് അശാസ്ത്രീയമാണ്, ദൈവശാസ്ത്ര വിരുദ്ധമാണ്, ബൈബിൾ വിരുദ്ധമാണ്, യുക്തി വിരുദ്ധമാണ്. ഈ സത്യം നമ്മൾ എല്ലാവരും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് അമ്മയുണ്ട് എന്നുള്ളത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഉൾപ്പെട്ടു നിന്ന സമൂഹം എന്നെ പഠിപ്പിച്ച ഒരു വാദമാണ്. എന്റെ അറിവില്ലാതെ, ഞാൻ സ്വയം അവബോധം വരാതെ ഇരുന്ന കാലത്ത് ദൈവത്തെ സംബന്ധിച്ചോ ദൈവീകതയെ സംബന്ധിച്ചോ യാതൊരു ചിന്തകളും ഇല്ലാതിരുന്ന എന്റെ ശൈശവഘട്ടത്തിൽ എന്നെ അടിച്ചേൽപ്പിച്ച, മനഃപൂർവമായി നിർബന്ധപൂർവം അടിച്ചേൽപ്പിച്ച ഒരു ചിന്ത മാത്രമാണ് ദൈവത്തിന് അമ്മയുണ്ട് എന്നുള്ളത്. എന്നാൽ പരിശുദ്ധ ബൈബിൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ആ ചിന്ത ബൈബിൾ പ്രകാരം നിലനിൽക്കുന്നതല്ല എന്ന് മനസ്സിലായി. ഇതെല്ലാവരും മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.